ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ്സാണ്. നമ്മളെല്ലാവരും ഇതാ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് മക്കൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ EVS ഉള്ള പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ അല്ലേ, ലിവിങ് സേഫ്ലി, സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ അകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. സോ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, കാരണം പ്രധാനപ്പെട്ടതാണ്. ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റണം. അപ്പോൾ ഇന്ന് മിസ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രഥമ ശുശ്രൂഷ, നമ്മുടെ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ചോദ്യ ഉത്തരമൊക്കെ ഇവിടെ ഉണ്ട്, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ ഈ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് വിളിക്കുന്നത്, അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക എന്താണ്, യെസ്, നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെ, ഒരു അടിയന്തര സഹായം ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സഹായം ഉണ്ട് അല്ലെ, ആ ഒരു ചികിത്സയുണ്ട് ശരിക്കും അല്ലെ, ആ ഒരു മെഡിക്കൽ കെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ. അതാണ് ഇമ്മീഡിയറ്റ് കെയർ, അടിയന്തര സഹായമാണ്, അടിയന്തര ചികിത്സയാണ് ഗിവൺ ടു എ പേഴ്സൺ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിങ് എക്സ്പേർട്ട് മെഡിക്കൽ കെയർ അല്ലെ. അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് വൈദ്യസഹായം എത്തുന്നത് വരെ, വിദഗ്ധമായിട്ടുള്ള വൈദ്യസഹായം, അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളെ പരിചരിക്കുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുക അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വാട്ട് വർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് എയ്ഡ് വെൻ ഹി വാസ് വൂണ്ടഡ് അല്ലെ. മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്. ഒരു കുട്ടിക്ക് മുറിവ് പറ്റിയ സമയത്ത്, നമ്മുടെ ഇവിടത്തെ ചിത്രം കണ്ടില്ലേ നിങ്ങൾ, മുറിവ് പറ്റിയ സമയത്ത് അവൻ്റെ അമ്മ എന്ത് ചെയ്യാണ്, പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകുകയാണ്. അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നാ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഗുണങ്ങളായിട്ട് പറയണം അല്ലെ, എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. വാസ് ഏബിൾ ടു ലിമിറ്റ് പാത്തോജൻസ് ഫ്രം റീച്ചിങ് ദ വൂണ്ട്. പാത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കൾ അല്ലെ. ആ അണുക്കളൊക്കെ നമ്മുടെ മുറിവിലെത്തുന്നത്, രോഗാണുക്കളൊക്കെ നമ്മുടെ മുറിവിലെത്തുന്നത് തടയാൻ കഴിയും. നമ്മൾ ആദ്യം തന്നെ മുറിവ് പറ്റിയ സമയത്ത് ഡോക്ടറെ അടുത്തൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ കെയർ ചെയ്യാറുണ്ട് അല്ലെ, കഴുകാറൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ അതിലൂടെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ വാസ് ഏബിൾ ടു സ്റ്റോപ്പ് ബ്ലീഡിങ് അല്ലെ, രക്തം വാർന്നു പോകുന്നത്, ഒരുപാട് രക്തം നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് പറ്റും. പ്രൊവൈഡഡ് ടെമ്പററി പെയിൻ റിലീഫ് അല്ലെ, താൽക്കാലികമായിട്ട് അയാൾക്കൊരു വേദനയ്ക്ക് ഒരു സുഖം കിട്ടും, അല്ലെങ്കിൽ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. പ്രിവെന്റഡ് ദ വൂണ്ട് ഫ്രം വേഴ്സണിങ്, മുറിവ് കൂടുതൽ ഗുരുതരമാവുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ മുറിവ് ഗുരുതരാവും അല്ലെ. അതൊക്കെ തടയാൻ എന്തിലൂടെ സാധിച്ചു, ഈ അമ്മ ഈ കുട്ടിയെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതിലൂടെ, അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ നൽകിയതിലൂടെ, ഫസ്റ്റ് എയ്ഡ് നൽകിയതിലൂടെ സാധിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ വീണാൽ മാത്രമാണോ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത്? വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ഇൻ വിച്ച് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ഗിവൺ എന്നാണ് ചോദിച്ചത്. വേറെ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് നൽകാൻ പറ്റിയിട്ടുള്ളത്? ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഫെയിൻറ്റിങ്, അതായത് നമ്മൾ തല കറങ്ങി വീഴുന്നു. ബേൺസ് അല്ലെ, പൊള്ളലേൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചോക്കിങ്, നമ്മുടെ തൊണ്ടയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എന്ത് ചെയ്യുന്നു, കുടുങ്ങിപ്പോകുന്നു. ഷോക്ക് അടിക്കുന്നു അല്ലെ. ഷോക്ക് അടിക്കുന്നതൊക്കെ ദിനം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം അതിനുള്ള സാഹചര്യം ഇപ്പോൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ എത്തുന്നതിന് മുമ്പ്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. അറിയാതെ ഇത് പോയി ചെയ്തു കഴിഞ്ഞാലോ നേരെ വിപരീത ഫലം ഉണ്ടാവും എന്നുള്ളതും നമ്മൾ ഓർത്തു വയ്ക്കുക. ഇനിയും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.